കണ്ടില്ല, നമ്മൾ അടിപൊളി ടേസ്റ്റി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പൊറോട്ടയോ നല്ല അപ്പോ എന്തിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അലീഷ്യസ് സ്പേസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ ഒരു 2 കിലോ ചിക്കൻ എടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മസാല എല്ലാം നന്നായിട്ട് തിരുമ്മി ചിക്കനിലേക്ക് പിടിപ്പിക്കണം. മിക്സ് ചെയ്തതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചിക്കനുടെ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 സവോള, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മളിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ക്യാരറ്റ് നമുക്ക് ഇതുപോലെ വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. പിന്നെ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ സബോള, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. സബോള നമ്മൾ അരിഞ്ഞു വെച്ചതിന്റെ പകുതി സബോള മാത്രം നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റൂവിന് കളർ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തിരുമ്മി വെക്കാം കേട്ടോ. അതിനുശേഷം ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കാരണം ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഇത് കുക്കറിൽ വെച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്കയുടെ അകത്തുള്ള ആ കുരു അത് മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ബാക്കി നമ്മൾ വെച്ചിരുന്ന സവോള നമുക്ക് അതിവിടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു 2 ഇതിൽ കറിവേപ്പില മതിയാവും, അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക, സവോള ഒന്ന് വരണ്ട് വരുന്നിടം വരെ. നമ്മുടെ സവോള ഏകദേശം പാകമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 വിസിൽ അടുപ്പിച്ച് നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർത്തത് കേട്ടോ. ചിക്കൻ റെഡി ആകുന്ന സമയത്ത് നമുക്ക് ഒരു അരമുറി തേങ്ങ എടുത്ത് നമുക്ക് 1-ാം പാലും 2-ാം പാലും നമുക്ക് അതിൽ നിന്ന് എടുക്കണം. ഇത് 1-ാം പാലാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ 2-ാം പാല് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ തിളച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ 2-ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത തിള വരുമ്പോഴത്തേക്കും നമ്മുടെ 1-ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. 1-ാം പാല് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് ഇതിന്റെ മേളിലേക്ക് വിതറി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
അതിനുശേഷം കുറച്ച് കാഷ്നട്ടും കിസ്മിസും കുറച്ച് നെയ്യിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ കാഷ്നട്ടും കിസ്മിസും കൂടി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ല, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് നല്ല അപ്പോ നല്ല പൊറോട്ടയോ നമുക്ക് എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഗ്രേവിയോട് കൂടിയ ഒരു അടിപൊളി ഐറ്റമാണ്. നിങ്ങളിത് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.